എല്ലാ സഹപ്രവർത്തകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു മുൻകൂർ ജാമ്യത്തോടുകൂടി ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ജ്യോതിഷത്തിൽ ഗ്രേക്കാണചിന്തയ്ക്കുള്ള പ്രാധാന്യം പൂർണ്ണമായും വിശദീകരിക്കാൻ സാധ്യമല്ല. കാരണം ബൃഹജ്ജാതകം, സാരാവലി, ജാതകപാരിജാതം, മാധവീയം, പ്രശ്നമാർഗം, കൃഷ്ണീയം, ബൃഹത് യോഗയാത്ര മുതലായ ഒരുവിധം എല്ലാ ഗ്രന്ഥങ്ങളിലും അത്യധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഗ്രേക്കാണചിന്ത. ഓരോ ഗ്രേക്കാണ സ്വരൂപ ശ്ലോകപദ്യങ്ങളിലും നിരവധി വിഷയങ്ങൾ അടുക്കി വച്ചുകൊണ്ടുള്ളതാണ് അതിൻ്റെ ഘടന. സ്വല്പം വൃത്തവിചിത്രമർത്ഥബഹുളം എന്ന് പറഞ്ഞ ഹോരാചാര്യൻ ഒരധ്യായത്തിലൂടെ 36 ശ്ലോകങ്ങൾ തന്നെ ഈ ഗ്രേക്കാണ വിഷയത്തെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി ആചാര്യൻ വിനിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്ന് ജ്യോതിഷ വിദ്യാർത്ഥികളായിരിക്കുന്ന നമുക്ക് ഏവർക്കും പരിചിതമാണ് എന്ന് കരുതുന്നു. പദാർത്ഥ വിശകലനത്തിലൂടെയും ശബ്ദന്യായ ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലൂടെയും അനാവരണം ചെയ്ത് പരിശോധിച്ചാൽ ഒരുവിധം ഈ പ്രപഞ്ചത്തിലെ സർവ്വവിഷയങ്ങളിലേക്കും വെളിച്ചം വീശുന്നതായി ഗ്രേക്കാണചിന്തയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ജാതകചിന്തനയ്ക്കും പ്രശ്നചിന്തനയ്ക്കും ദേവപ്രശ്ന വിചിന്തനത്തിനും മുഹൂർത്ത വിഷയത്തിൽ പോലും ഉപയോഗപ്രദമായ തരത്തിൽ സമാനമായ ഒരു ഘടകം വേറെയുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മിക്കവാറും ഒരു സ്വരൂപ ശ്ലോകമായി ആലങ്കാരികമായി മാത്രം ഉപയോഗിച്ചു വരുന്നതിനാൽ ഗ്രേക്കാണചിന്ത എന്ന വിഷയത്തിൻ്റെ ഗൗരവം ക്രമേണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായി നമുക്ക് പ്രശ്നവേദികളിൽ കാണാൻ സാധിക്കും. വരാഹവീരാചാര്യൻ തൻ്റെ പ്രൗഢമായ ബൃഹജ്ജാതകം എന്ന ഗ്രന്ഥത്തിൽ ഗ്രേക്കാണാസ്യു എന്ന ശബ്ദം കൊണ്ട് ആ ഗ്രേക്കാണം എന്നുള്ളതായ വിഷയത്തിൻ്റെ ഗാംഭീര്യതയെ സൂചിപ്പിക്കുന്നതാണ്. ഈ സ്യു ശബ്ദം കൊണ്ട് അതൊരു ക്രിയാപദമായി പ്രയോഗിച്ചിരിക്കുന്നു. അത് സർവകാല സർവവിഷയ പ്രസക്തിയെയും ഗ്രേക്കാണ ഫലത്തിൻ്റെ ദൃഢതയെയുമാണ് ആചാര്യൻ അവിടെ സൂചിപ്പിക്കുന്നതെന്ന് വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നു. ഒരു രാശിയെ 3 ഭാഗമാക്കിയാൽ, അഥവാ ഒരു രാശി 30 ഡിഗ്രിയാണ്, 30 ഭാഗയാണ്. അതുകളെ 3ആയി വിഭജിച്ചാൽ കിട്ടുന്ന ഒരു ഭാഗത്തെയാണ് ഗ്രേക്കാണം എന്ന് പറയുന്നത്. 1 മുതൽ 10 ഡിഗ്രി വരെയുള്ള ഭാഗം ആദിഗ്രേക്കാണവും 20 വരെയുള്ളതായ ഭാഗം മധ്യഗ്രേക്കാണവും തതുവരി രാശ്യാംഗം വരെയുള്ള ഭാഗം തൃതീയ ഗ്രേക്കാണം അഥവാ അന്ത്യഗ്രേക്കാണം എന്നും വിളിക്കപ്പെടുന്നു. കേജിത്ത് ഹോരാം പ്രഥമം ഭവസ്യ വാഞ്ചന്തി ലാഭാധിപതീയം ഗ്രേക്കാണ സംജ്ഞാം അഭിവർണയന്തി സ്വദ്വാസൈകാദശരാശിപാനാം ലഗ്നപുത്ര ശുഭവാ സ്ഥലേ ഗൃഹേ പുത്രധർമ്മ തനുപാ യുഗേ ഗൃഹേ ധർമ്മലഗ്നസുതപാ സ്ഥിരേ ഗൃഹേ ജാതകേ ഖലു ദൃഗാണ ഉച്യതേ ഗ്രേക്കാണാസ്യൂഹു സ്വഭവന സുത തൃത്രികോണാധിപാനം എന്നിങ്ങനെ 3 പ്രകാരത്തിൽ ഗ്രേക്കാണാധിപന്മാരെ ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിശദീകരിക്കുന്നില്ല. ഇതിൽ ഗ്രേക്കാണാസ്യുഹു സ്വഭവന സുത തൃത്രികോണാധിപാനം എന്ന ഹോരാചാര്യൻ്റെ അഭിപ്രായം ആണ് മിക്കവാറും എല്ലാ പണ്ഡിതന്മാരും ഉപയോഗിച്ച് വരുന്നത്. ധർമ്മപശ്യതു വിധേയകർമ്മണി പ്രശ്നയേവതനു ലിഭലാഭ എന്നുള്ളത് കൊണ്ട് ഈ ലഗ്നപുത്ര ശുഭവാ ചരേ ഗൃഹേ പുത്രധർമ്മതനുപാ യുഗേ ഗൃഹേ ധർമ്മലഗ്നസുതവാ സ്ഥിരേ ഗൃഹേ. അപ്പോൾ ചരരാശികളിൽ അതിൻ്റെ അധിപതി പ്രഥമഗ്രേക്കാണാധിപതി ലഗ്നത്തിൻ്റെയും മധ്യഗ്രേക്കാണത്തിൻ്റെ അധിപതി 5ാം ഭാവനാഥനും 9ാം ഭാവത്തിൻ്റെ അധിപതിയാണ് അന്ത്യഗ്രേക്കാണത്തിൻ്റെ അധിപതി എന്ന് ചരരാശിയിലും, യുഗ്മരാശികളിലാണെങ്കിൽ 5, 9 ലഗ്നം ഇതിൻ്റെ അധിപതികളാണ് ഇതിൻ്റെ ഗ്രേക്കാണാധിപനെന്നും
സ്ഥിരരാശികളിലാണെങ്കിൽ 9 ലഗ്നാധിപതി 5-ാം ഭാവാധിപനാണ് ഇതിൻ്റെ അധിപനെന്നും ഒരിടത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ പ്രകരണം, ഈ പദ്ധതി അത് ജാതകത്തിൽ ചിന്തിക്കേണ്ടതാണെന്നും ധർമ്മപശ്യത്തു വിധേയകർമ്മണി. അപ്പോൾ ധർമ്മലഗ്ന സുതപാ സ്ഥിരേ ഗ്രഹേ ജാതകേ ഘൃകാനുച്ഛതേ ലഗ്നപശ്യ സുതപശ്യ ച അപ്യഥോ. ലഗ്നാധിപതിയും 5-ാം ഭാവാധിപതിയും 9-ാം ഭാവാധിപനാണ് അതിൻ്റെ ഗ്രഹസ്ഥാനാധിപതി എന്നുള്ളത് വിധേയകർമ്മങ്ങളിൽ അഥവാ മുഹൂർത്തകർമ്മങ്ങളിൽ ചിന്തിക്കേണ്ട പദ്ധതിയാണ് എന്നും പ്രഥമ ഗ്രഹസ്ഥാനാധിപൻ ലഗ്നാധിപനാണ് എന്നും മധ്യഗ്രഹസ്ഥാനാധിപൻ 12-ാം ഭാവാധിപനാണെന്നും അന്ത്യഗ്രഹസ്ഥാനാധിപൻ 11-ാം ഭാവാധിപനാണ് എന്നും ആണ് ചിന്തിക്കുന്നത്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ സാമാന്യമായി വ്യവഹരിക്കുന്നതും ഹോരാചാര്യൻ നിർദ്ദേശിക്കപ്പെട്ടതും ലഗ്ന പുത്ര ശുഭഭാഹ എന്നുള്ളതായ വിഷയമാണ്. അഥവാ ലഗ്നാധിപതിയാണ് പ്രഥമ ഗ്രഹസ്ഥാനാധിപൻ, 5-ാം ഭാവാധിപതിയായിരിക്കുന്ന ഗ്രഹസ്ഥാനാസ്യു സ്വഭവന സുത ത്രിത്രികോണാധിപാനാം എന്നുള്ളതായ പ്രമാണമാണ്, എന്ന പദ്ധതിയാണ് മുഹൂർത്തത്തിലാണെങ്കിലും ജാതകത്തിലാണെങ്കിലും പ്രശ്നത്തിനാണെങ്കിലും സാധാരണ ഇപ്പോൾ വ്യവഹരിച്ചു വരുന്നത്. അപ്പോൾ ഈ ജാതകത്തിലും മുഹൂർത്ത വിഷയത്തിലും പ്രശ്ന വിഷയത്തിലും ഗ്രഹസ്ഥാനാധിപന്മാരെ വ്യത്യസ്തമായി ചിന്തിച്ചിരിക്കുന്ന പദ്ധതി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഒരു ചർച്ച നടക്കുന്ന വേളയിൽ